നിസ്കാരത്തിലെ സുപ്രധാനമായ നിസ്കാരത്തിൻ്റെ റുക്നുകളിൽ ഒന്നായ തശഹൂദ് പഠിപ്പിക്കുന്ന ഹദീസാണ് അടുത്ത ഹദീസ്. തശഹൂദ് അത് ഒരു തശഹൂദ് മാത്രമുള്ള നിസ്കാരങ്ങളുണ്ട്. 2 റക്അത്തുള്ള നിസ്കാരം, ഫജ്ർ നിസ്കാരം പോലെ 2 തശഹൂദുകളുള്ള നിസ്കാരങ്ങളുണ്ട്. 2-ലധികം റക്അത്തുകളുള്ള നിസ്കാരങ്ങൾ. ഈ 2 തശഹൂദുകളിൽ ഒന്നാമത്തെ തശഹൂദ് അത് വാജിബാണ്, നിർബന്ധമാണ്. അത് മറന്നുപോയാൽ 2 സഹുവിൻ്റെ സുജൂദുകൾ ചെയ്താൽ മതിയാകും. അതേസമയം 2ാമത്തെ തശഹൂദ് അല്ലെങ്കിൽ അവസാനത്തെ തശഹൂദ് അതിൻ്റെ വിധി എന്താണ്? അത് റുക്നാണ്. അതും അതിനു വേണ്ടി ഇരിക്കലും റുക്നാണ് എന്ന് പറഞ്ഞാൽ അത് മറന്നുപോകാൻ പാടില്ല. അത് മറന്നുപോയാൽ സഹുവിൻ്റെ സുജൂദ് കൊണ്ടത് വീടുകയില്ല. സഹുവിൻ്റെ സുജൂദ് കൊണ്ടത് വീടുകയില്ല. അത് റുക്നാണ്. അതൊരാൾ മറന്നുപോയാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്, കുറേ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്, നിസ്കാരം വീണ്ടും നിസ്കരിക്കണം. ഇനി അതല്ല, തൊട്ടുടനെ വല്ലാതെ വൈകാതെ ഓർമ്മ വന്നിട്ടുണ്ട് എങ്കിൽ തശഹൂദിന് വേണ്ടി ഇരിക്കുക, എന്നിട്ട് തശഹൂദ് ചൊല്ലുക, ശേഷം സലാം വീട്ടുക, 2 സഹുവിൻ്റെ സുജൂദുകൾ ചെയ്യുക, വീണ്ടും സലാം വീട്ടുക. ഇനി അതല്ല, സഹുവിൻ്റെ സുജൂദുകൾ സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നോക്കുക, അത് വീണ്ടും ചെയ്താലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. എന്നാൽ 1ാമത്തെ തശഹൂദിൻ്റെ വിധി എന്താണ്? അതൊരാൾ മറന്നുപോയാൽ കരുതിക്കുട്ടി ഒഴിവാക്കിക്കൂടാ. സഹിഹായ അഭിപ്രായ പ്രകാരം അത് നിർബന്ധമാണ്, അത് സുന്നത്താണ് എന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായം അതാണ്. പക്ഷേ വല്ലാഹു അലം, കൂടുതൽ ശരി അത് നിർബന്ധമാണ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി 2 സുജൂദുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായതുകൊണ്ട് കരുതിക്കൂട്ടി അത് ഒഴിവാക്കിക്കൂടാ. 1ാമത്തെ തശഹൂദിൻ്റെ കാര്യമാണ് പറയുന്നത്. 1ാമത്തെ തഹിയ്യാത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. പലർക്കും തശഹൂദ് എന്ന് പറഞ്ഞാൽ സംശയമുണ്ട്. തശഹൂദ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? തഹിയ്യാത്താണ്. അതിന് തശഹൂദ് എന്നാണ് പറയുക. കാരണം അതിലെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത്. അതുകൊണ്ട് അതാണ് അവിടെ അതിനെ പറയാൻ ഉപയോഗിക്കാറുള്ള പേരതാണ്. ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള പേരതാണ്. നമ്മൾ പൊതുവെ തഹിയ്യാത്ത് എന്ന് പറയാറുണ്ട്. ഏതായാലും സംഗതി മനസ്സിലായല്ലോ. 1ാമത്തെ തശഹൂദ് വാജിബാണ്, കരുതിക്കുട്ടി ഒഴിവാക്കിക്കൂടാ. പക്ഷെ മറന്നുപോയാൽ എന്ത് ചെയ്താൽ മതി? 2 സഹുവിൻ്റെ സുജൂദുകൾ ചെയ്താൽ അത് പരിഹരിക്കപ്പെടും. പക്ഷേ 2ാമത്തെ തശഹൂദും 2ാമത്തെ തഹിയ്യാത്തുനും അതിനുവേണ്ടി ഇരിക്കലും നിസ്കാരത്തിൻ്റെ റുക്നാണ്, അവിഭാജ്യ ഘടകമാണ്. അത് കരുതിക്കുട്ടി ഒഴിവാക്കരുത്, നിസ്കാരം ബാത്തിലാകും. മറന്നുപോയാലും നിസ്കാരം ബാത്തിലാകും. കുറേ വൈകിട്ടാണ് അത് ഓർമ്മ വന്നത് എങ്കിൽ വീണ്ടും നിസ്കരിക്കണം, ആ നിസ്കാരം അടക്കി നിസ്കരിക്കണം. ഇനി അതല്ല, അടുത്ത് തന്നെ ഓർമ്മ വന്നിട്ടുണ്ടോ എങ്കിൽ ഇരുന്ന് തശഹൂദ് ചൊല്ലുക, എങ്കിൽ മാത്രമേ അത് പരിഹരിക്കപ്പെടുകയുള്ളൂ. തശഹൂദ് ചൊല്ലി സലാം വീട്ടുക, സഹുവിൻ്റെ സുജൂദ് സലാം വീട്ടുന്നതിന് മുമ്പോ ശേഷമോ ചെയ്യാം, എങ്കിൽ മാത്രമേ അത് പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇതാണ് തശഹൂദിൻ്റെ പ്രാധാന്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക.